അഭിമാനകരമായ ഇടപെടലാണ് മൊത്തത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം കരുനാഗപ്പള്ളിയെ വിശേഷാൽ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും കരുനാഗപ്പള്ളിയിൽ എന്തെല്ലാം ഇതുണ്ടോ അവിടെ എല്ലാം ഓടിയെത്തിയിട്ടുണ്ട്, എപ്പോഴും ഏത് പ്രശ്നങ്ങൾക്കും. അങ്ങനെ ഒരു ജനങ്ങളോടൊപ്പമുള്ള ജനപ്രതിയായി മാറാൻ കഴിഞ്ഞുവെന്നും എനിക്ക് അഭിമാന പുരസ്സരം പറയാൻ കഴിയും. അപ്പോൾ പാർലമെൻറ്റിനകത്തും പുറത്തും വിവിധ മാധ്യമങ്ങൾ വിലയിരുത്തി പറഞ്ഞതുപോലെ, വിവിധ മാധ്യമങ്ങൾ അവതാരകർ പറഞ്ഞതുപോലെ, പാർലമെൻറ്റിനകത്തും പുറത്തും ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞ ഒരു ജനപ്രതിയായിട്ടാണ് അവരെല്ലാം കണ്ടിട്ടുള്ളത്. റെക്കോർഡ്സുകൾ നോക്കിയാലും അത് കാണാൻ കഴിയും. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എനിക്ക് ഒരവസരം കൂടി നിങ്ങൾ തുടങ്ങി വെച്ചവ പൂർത്തീകരിക്കാൻ, പുതിയവ നടപ്പാക്കാൻ, ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒരവസരം കൂടി എനിക്ക് നിങ്ങൾ നൽകണം. ചുറ്റിക്കാരുവാൽ നക്ഷത്രമാണ് അടയാളം. അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയുടെ സംരക്ഷണത്തിനും പൊതുസമ്പത്തിൻ്റെ സംരക്ഷണത്തിനുമായി നിങ്ങൾ നൽകുന്ന വോട്ടാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ ചെയ്ത നല്ല കാര്യങ്ങൾക്കും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾക്കുമുള്ള വോട്ടാണ്. ദയവ് ചെയ്ത് എല്ലാവരും അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി. 2019 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് അഭിമാനകരമായ വിജയം നേടി 5 വർഷം പൂർത്തിയാക്കി വീണ്ടും ഞാൻ ജനങ്ങളെ സമീപിക്കുകയാണ്. LDF സാരഥിയായി ജനങ്ങളെ മുമ്പാകെ വോട്ട് ചോദിച്ചെത്തുകയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ 5 കൊല്ലക്കാലം എന്തായിരുന്നു MP, എവിടെയായിരുന്നു MP, എന്തൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പാകെ അഭിമാനകരമായ നേട്ടങ്ങളുമായിട്ടാണ് ഞാൻ സമീപിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു, വ്യാമോഹിച്ചായിരുന്നു ജനങ്ങൾ വോട്ട് ചെയ്തത്. രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, മറിച്ച് BJP ഭരണം മാറ്റാൻ കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് ആളുകൾ വ്യാമോഹിച്ചു. പക്ഷെ അതുണ്ടായില്ലെന്ന് ആ പ്രതീക്ഷയിലാണ് 19 സീറ്റ് UDFന് കിട്ടിയത്. ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം 8 ഡിബേറ്റിലേ പങ്കെടുത്തുള്ളൂ. അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടും, പക്ഷേ അദ്ദേഹം വന്നില്ല. ഞാനൊക്കെ പ്രസംഗിച്ചാൽ ആ പ്രാധാന്യം പത്രങ്ങൾ നൽകത്തില്ല, വളരെ ചരമക്കോളത്തിൻ്റെ ഒരു മൂലയിലേ എടുത്തുള്ളൂ. പക്ഷേ എങ്കിലും 113 പ്രസംഗങ്ങൾ ഞാൻ നടത്തി. ഏറ്റവും സബ്മിഷനുകൾ ഉന്നയിച്ചു. 244ഓളം രേഖാപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. പാർലമെൻറ്റിലെ ഒരു നിറസാന്നിധ്യമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? 90% ഹാജർ എനിക്കുണ്ട്. പാർലമെൻറ്റ് വെളിയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ സർക്കാരിൻ്റെ നയം തന്നെ സംസ്ഥാന സർക്കാരുകൾ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ റെയിൽവേയുടെ പാത ഇരട്ടിപ്പിക്കൂ എന്നതാണ് നയം. ആ നയം തിരുത്തിയാണ് 2660 കോടി രൂപ കായംകുളം എറണാകുളം പാത ഇരട്ടിപ്പിക്കലിനായി അനുവദിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊരു ചെറിയ കാര്യമല്ല. ഒട്ടേറെ ഒരുപാട് പേരുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ചെരുപ്പ് തേഞ്ഞാണത് അങ്ങനെ ആക്കിയെടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പീയൂഷ് ഗോയലിൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് പലവട്ടം പോയി. അത് കഴിഞ്ഞ് ശ്രീ അശ്വിനി വൈഷ്ണവിൻ്റെ അടുത്ത് പലവട്ടം പോയി. പാർലമെൻറ്റിൽ പലവട്ടം ഉന്നയിച്ചു. അപ്പോഴെല്ലാം അവർ പറയുന്നത് ഇറ്റ്സ് എ പോളിസി മാറ്റർ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ടേക്ക് ലാൻഡ് ഫോർ ദി ഡബിളിംഗ്. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്ന വാചകം. സോ യു ആസ്ക് ടു പിണറായി എന്ന് പറഞ്ഞ് എന്നെ അവർ നിഷ്കരണം മടക്കിയേക്കായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോൾ ഇല്ലാത്ത കാശ് മുടക്കി 16,000 കോടി രൂപ മുടക്കി നമ്മൾ ദേശീയപാതയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വികസനത്തിനായി. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ കയ്യിൽ പൈസയില്ല, തൽക്കാലം ഒന്ന് നമുക്ക് ഇത് അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹവും മടക്കി. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിതെങ്ങനെ ഡബിളിംഗ് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചത്. അതിന് ഒരുപാട് പല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാണ് 2660 കോടി രൂപ അംഗീകരിപ്പിച്ച് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെയായിരുന്നു 1.5 വർഷക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ആലപ്പുഴ ബൈപ്പാസ്. അതിന്ന് യാഥാർത്ഥ്യമായി. റെയിൽവേയും നാഷണൽ ഹൈവേയും തമ്മിലുള്ള തർക്കം വേണമെങ്കിൽ അത് നീണ്ട് ഒരു 10 കൊല്ലം കൂടെ പോയേനെ. തർക്കിച്ച് പോയേനെ. അത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞതാണ് എൻ്റെ നേട്ടം. അതുപോലെ തന്നെയാണ് നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് കോവിഡും കൊറോണയും എപ്പോഴും ഈ ജലജന്യ രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും വരുന്നൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. കാരണം വാട്ടർ
ബോഡീസ് ധാരാളം ഉള്ളതാണ്. കണ്ടാമിനേറ്റഡ് കൂടുതലും. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് ഉള്ളത് കൊണ്ട് തന്നെ അസുഖങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം നമ്മളിത് പരിശോധിക്കാൻ, സ്രവം പരിശോധിക്കാൻ, രക്തം പരിശോധിക്കാൻ നമ്മൾ പൂനെക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമായത് ഞാൻ ഇടപെട്ട് 10 കോടി രൂപ അനുവദിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള പൊതുവായ വികസന പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നടത്തി വരികയാണ്. പാതിരാമണൽ ഡെവലപ്മെൻറ്റ്, പിന്നെ എല്ലാ ബ്ലോക്കുകൾക്കും ഒരു ആംബുലൻസ്, അതിൻ്റെ ഭാഗമായി ഓച്ചിറ ബ്ലോക്കിന് ഒരു ആംബുലൻസ് കൊടുത്തു. കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ എടുത്തു പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓപ്പൺ ഫ്ലൈ ഓവർ തന്നെയാണ്. കാരണം വെച്ചാൽ ഗ്രേഡ് സെപ്പറേറ്റർ വഴി അവിടുത്തെ ദേശീയപാതയെ 2ആയി വിഭജിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി ടൗൺ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. അത് ഒരു ഓപ്പൺ ഫ്ലൈ ഓവറാക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എത്ര തവണ ഇടപെട്ടു എന്ന് ഇവിടുത്തെ അതിൻ്റെ എല്ലാ സമരസമിതിക്കും അറിയാം. എല്ലാ മാർഗങ്ങളിലൂടെയും പോയിട്ടുണ്ട്. പാർലമെൻറ്റ് പല പ്രാവശ്യം സ്പീച്ചിൽ പറഞ്ഞു, മന്ത്രിമാരെ കണ്ടു, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്ത് പോയി പലവട്ടം നിവേദനം സമർപ്പിച്ചു. സോമപ്രസാദും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെയൊക്കെ പോയാണത് സാധിച്ചെടുത്തത്. അതുപോലെ കരുനാഗപ്പള്ളി ആശുപത്രിക്ക് നമ്മൾ സ്കാനിങ് മെഷീൻ വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. അപ്പോഴാണ് പറയുന്നത് IC യൂണിറ്റ് വേണമെന്ന്. അപ്പോൾ നമ്മുടെ ഫണ്ടില്ല. പിന്നെ നമുക്കറിയാമല്ലോ 10 കോടി രൂപ ഇന്ത്യ സർക്കാർ തിരിച്ചെടുത്തു, MP ഫണ്ട് പോലും. നമ്മുടെ ഫണ്ടില്ല. എന്നിട്ടും ഞാൻ IRക്കാരോട് പറഞ്ഞിട്ട് അവർ 10 IC യൂണിറ്റ് കൊടുത്തു. ഇങ്ങനെ കരുനാഗപ്പള്ളി ആശുപത്രിയുടെ വികസനം. അതുപോലെ തന്നെ നമ്മുടെ വിവിധങ്ങളായ, ഞാൻ നോക്കിയാൽ എടുത്തു പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഞാനിപ്പോൾ പറയുന്നില്ല. തൊടിയൂർ ആരോഗ്യ ഉപകേന്ദ്രം 40 ലക്ഷം രൂപ മുടക്കിയാണ് ചെയ്തത്. കരുനാഗപ്പള്ളി ക്ലാപ്പന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 9.8 ലക്ഷം. കരുനാഗപ്പള്ളി നഗരത്തിൽ ബസ് ഷെൽട്ടർ നമ്മളിപ്പോൾ അത് ഇപ്പോൾ ടെൻഡർ നടപടിയിൽ കടന്നു. 35 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടപ്പോൾ ബസ് ബേ ഇല്ലെന്നും പറഞ്ഞായിരുന്നു എല്ലാവരും കൂടി പ്രശ്നം ഉണ്ടാക്കിയത്. അതിന് 35 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ തന്നെ ലൈബ്രറി കെട്ടിടങ്ങൾക്ക് SS ലൈബ്രറി തണ്ടൻ്റയ്യത്ത് അഹമ്മദ് കുട്ടി ജനകീയ ഗ്രന്ഥശാലയ്ക്ക് 15 ലക്ഷം, CR മധു ഗ്രന്ഥശാല എറണാകുളപ്പള്ളി 15 ലക്ഷം, പരിഷ്കാര ലൈബ്രറി തഴവ 7.5 ലക്ഷം. ഇങ്ങനെ ലൈബ്രറികൾ കൊടുത്തു. സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ SNDTI, ഗവൺമെൻറ് HSS കുലശേഖരപുരം, ഗവൺമെൻറ് മോഡൽ HSS കരുനാഗപ്പള്ളി, ഗവൺമെൻറ് HS അഴീക്കൽ, ഗവൺമെൻറ് VHS ചെറിയഴീക്കൽ, ഗവൺമെൻറ് ഫിഷറി HSS മോഡൽ പോളിടെക്നിക്, ഇവർക്കെല്ലാം കൂടി നമ്മൾ നല്ലൊരു എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം 10, 10.5, 18, 20, 27, 34 ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുത്തത്. പിന്നെ മിനിമാസ് ലൈറ്റുകൾ, അത് ഓച്ചിറ CHC, തോപ്പിൽമുക്ക്, ആൽത്തറമൂട്, കൊച്ചനാത്ത് ക്ഷേത്രം, ഘണ്ടാകർണ ക്ഷേത്രം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, തൊടുകര ക്ഷേത്രം, ജുമാ മസ്ജിദ് തൊടിയൂർ, പൊക്കാട് കവല കരുനാഗപ്പള്ളി, അഹമ്മദിയ മസ്ജിദ് കരുനാഗപ്പള്ളി, INE വേളക്കര വില്ലേജ് കവല, വള്ളക്കടവ് കവല, മുണ്ടുതറ ക്ഷേത്രം, ഇങ്ങനെ എല്ലാം മിനിമാസ് ലൈറ്റുകൾ കൊടുത്തു. ഇതുപോലെ നമ്മുടെ ഫണ്ടില്ലാഞ്ഞിട്ടും ഫണ്ട് തിരിച്ചെടുത്തിട്ടും കരുനാഗപ്പള്ളിയെ ചേർത്ത് പിടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. 2.5 കോടി രൂപയുടെ സർക്കുലേറ്റിംഗ് ഏരിയ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ നടക്കുകയാണ്. ടെൻഡർ ചെയ്തു. ആദ്യം ഒരു ടെൻഡർ ചെയ്തിട്ട് ഒറ്റ ടെൻഡർ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ടെൻഡർ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ അതും കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ 16.5 കോടി രൂപയുടെ അമൃത് പദ്ധതിയിൽ അടുത്ത വർഷത്തെ വർക്ക് വരികയാണ്. ഇതുവരെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കാൻ കിടന്ന സ്ഥലമാണ്. അതിപ്പോൾ നല്ല നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു മണ്ഡലത്തിലേക്ക് വേണ്ടി ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ, അതിന് 2 വർഷക്കാലം പൂർണ്ണമായും കോവിഡും കൊറോണയും കൊണ്ടുപോയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അഭിമാനകരമായ ഇടപെടലാണ് മൊത്തത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം കരുനാഗപ്പള്ളിയെ വിശേഷാൽ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും കരുനാഗപ്പള്ളിയിൽ എന്തെല്ലാം ഇതുണ്ടോ അവിടെ എല്ലാം ഓടിയെത്തിയിട്ടുണ്ട്. എപ്പോഴും ഏത് പ്രശ്നങ്ങൾക്കും അങ്ങനെ ഒരു ജനങ്ങളോടൊപ്പമുള്ള ജനപ്രതിയായി മാറാൻ കഴിഞ്ഞുവെന്നും എനിക്ക് അഭിമാന പുരസ്സരം പറയാൻ കഴിയും. അപ്പോൾ പാർലമെൻറ്റിനകത്തും പുറത്തും വിവിധ മാധ്യമങ്ങൾ വിലയിരുത്തി പറഞ്ഞതുപോലെ, വിവിധ മാധ്യമങ്ങൾ അവതാരകർ പറഞ്ഞതുപോലെ, പാർലമെൻറ്റിനകത്തും പുറത്തും ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയായിട്ടാണ് അവരെല്ലാം കണ്ടിട്ടുള്ളത്. റെക്കോർഡ്സുകൾ നോക്കിയാലും അത് കാണാൻ കഴിയും. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എനിക്ക് ഒരവസരം കൂടി, നിങ്ങൾ തുടങ്ങി വെച്ചവ പൂർത്തീകരിക്കാൻ, പുതിയവ നടപ്പാക്കാൻ, ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒരവസരം കൂടി എനിക്ക് നിങ്ങൾ നൽകണം. ചുറ്റിക്കാരുവാൽ നക്ഷത്രമാണ് അടയാളം. അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയുടെ സംരക്ഷണത്തിനും പൊതുസമ്പത്തിൻ്റെ സംരക്ഷണത്തിനുമായി നിങ്ങൾ നൽകുന്ന വോട്ടാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടി
ഞാൻ ഇന്നലെ ചെയ്ത നല്ല കാര്യങ്ങൾക്കും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾക്കുമുള്ള വോട്ടാണ്. ദയവ് ചെയ്ത് എല്ലാവരും അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായിരുന്നു.